ഈശോമിശിഹായ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജോൺ. ഞാൻ അങ്കമാലി അടുത്ത് യോർദനാപുരം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ജനുവരി 12-ാം തീയതിയാണ്. ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോർ സബ്ജക്റ്റ് എനിക്ക് വളരെ പാടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പപ്പയുടെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, എനിക്കിത് ഭയങ്കര പാടാണ്, എനിക്ക് ജയിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയും മമ്മിയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു, നീ എൻ്റെ കാശുരൂപം കൂടെ കൊണ്ടുപോക്കോ, എന്നിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ആ പരീക്ഷയ്ക്ക് പോയപ്പോൾ കാശുരൂപം കൊണ്ടുപോയി പരീക്ഷയ്ക്ക് തുടങ്ങിയപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലുകയും ചെയ്തു. അപ്പോൾ പരീക്ഷ എനിക്ക് വളരെ പാടായിരുന്നു. പക്ഷെ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ പരീക്ഷയിൽ 40 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്, അതിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ആ മാതാവിൻ്റെ സഹായത്തോടെ എനിക്ക് ആ പരീക്ഷയ്ക്ക് 20 മാർക്ക് എക്സ്ട്രാ കിട്ടുകയും ആ പരീക്ഷയ്ക്ക് പാസ്സാവുകയും ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ വേറെ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉള്ള പരീക്ഷയ്ക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയായിരുന്നു ഞാൻ അങ്ങനെ പരീക്ഷയ്ക്ക് പോകണമെന്ന്. പക്ഷേ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കില്ലായിരുന്നു. പക്ഷെ ആ സബ്ജക്റ്റിനൊക്കെ എനിക്ക് വളരെ മാർക്ക് കുറയുകയും അതേസമയം ഞാൻ പാടാണെന്ന് മാതാവിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു പോണ സബ്ജക്റ്റുകൾക്ക് മാർക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് IELTS സമയത്തായാലും എനിക്ക് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചാ പ്രാർത്ഥിച്ചോളൂ, മാതാവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് കുറച്ചായിരുന്നു. പക്ഷേ അതേസമയം എനിക്ക് റീഡിങ്ങും റൈറ്റിങ്ങും പാടായിരുന്നുകൊണ്ട് ഞാനത് മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറയണേ, എഴുതണ സമയത്തൊക്കെ എടുത്ത് പറയുകയും ചെയ്തു, മാതാവെ സഹായിക്കണേന്ന്. ഇപ്പോൾ റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും സമയത്ത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 7ഉം മറ്റേതിൻ്റെ മാർക്ക് 6ഉം 6.5 ആയിരുന്നു. അത്രയും വ്യത്യാസം ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് പപ്പയും മമ്മിയും പറഞ്ഞു ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് പോയാണ് ചെയ്തത്. പിന്നെ വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമതും പറഞ്ഞല്ലേ എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡൻറ്റ് വിസേനുള്ള പരിപാടിയൊക്കെ ചെയ്ത് അതൊക്കെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ സഹായത്തോടെ പെട്ടെന്ന് സഹായിക്കുകയും വിസ കിട്ടുകയൊക്കെ ചെയ്തു. അത് വിസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പോണേക്കാളും മുമ്പ് അക്കോമഡേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയായിരുന്നു. പക്ഷേ ഞാൻ എന്തോരം നോക്കിയിട്ട് എനിക്ക് അക്കോമഡേഷൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ശരിയാവേണ്ടായില്ല. ഞാൻ പോയത് മെൽബൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അവിടെ എനിക്ക് ആരും പരിചയമില്ല. അപ്പം ഞാനവിടെ മാതാവിലുള്ളൊരു വിശ്വാസം വെച്ച് ഞാനവിടെ ചെന്നു. അവിടെ ചെന്ന് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഞാനിങ്ങനെ നോക്കിയേക്കാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കൊണ്ടുപോകാൻ ആൾക്കാരൊക്കെ വന്നു. ഞാനവിടെ ചെന്ന് എൻ്റെ ലഗേജൊക്കെ ആയിട്ട് ഞാൻ അവിടെ പുറത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസ ഉണ്ടാവോ കാർഡൊന്നും ഉണ്ടായിരുന്നില്ല താനും. അപ്പം ഞാനിങ്ങനെ നിൽക്കണ കണ്ടിട്ട് ഒരു ഹിന്ദിക്കാരി ചേട്ടൻ വന്ന് പറഞ്ഞു, നീ എന്തെങ്ങനെ നിൽക്കണേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകണം, പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എൻ്റെ കയ്യിലാണെങ്കിൽ കാർഡും ഇല്ല, പൈസ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ പൈസ കൊടുത്തോളാം, നീ പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊരു സ്ഥലത്തോട്ട് ചെന്ന് എനിക്ക് ഒരു ദിവസം നിൽക്കാനുള്ള സാഹചര്യം എനിക്ക് അവിടെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ എനിക്ക് ഒരു നമ്പർ അയച്ചു തന്നു, നീ ഈ നമ്പറിലോട്ട് വിളിച്ചു നോക്ക്, അക്കോമഡേഷൻ എന്തെങ്കിലും ശരിയാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അതൊരു മലയാളി ചേട്ടൻ്റെ നമ്പറായിരുന്നു. അപ്പം ഞാൻ ആ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, എടാ എൻ്റെ വീട്ടിലൊരു മുറിയുണ്ട്, നീ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ സഹായത്തോടെ ഒരു റൂമൊക്കെ കിട്ടുകയും അവിടേക്ക് പോകാൻ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞ് വിദേശത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോയായിരുന്നു. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകാൻ പറ്റില്ല എന്ന് എനിക്കൊരു വിഷമം ഉണ്ടാകും. അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ചേട്ടൻ്റെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ 500 മീറ്റർ മാറി തന്നെ എനിക്കൊരു പള്ളി കിട്ടി, അതും മലയാള പള്ളി. അവിടെ എല്ലാ ദിവസവും കുർബാനയും ആരാധനയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നായാലും എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു നല്ല ദേവാലയവും ആൾക്കാരൊക്കെ കിട്ടുകയും ചെയ്തു. പിന്നെ അവിടെ ജോലി അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ജോലി കിട്ടാൻ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കിലോമീറ്റർ മാറി ഞാൻ ജോലി അന്വേഷിച്ചിരുന്ന സമയത്ത് ഞാനൊരു ശനിയാഴ്ച ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, ഇന്നിവിടെ ആളില്ല, നിനക്ക് തിങ്കളാഴ്ച നിൻ്റെ റെസ്യൂമെ കൊണ്ട് ഇവിടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അകത്ത് പോയിട്ട് പറഞ്ഞു, ഇവിടെ ഇൻ്റർവ്യൂവിന് ഇന്ന് തന്നെ നിനക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു, 2 ആഴ്ച കഴിയുമ്പോൾ നീ പോരെ, നിനക്ക് ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് ജോലിക്ക് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ആകെ ജോലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് എടുത്ത് ചെന്നിട്ട് അവിടെ പ്രാർത്ഥിച്ച് അവിടെ സൈഡിലിട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ ഷിഫ്റ്റ് കൂടുതൽ കിട്ടാനും അങ്ങനത്തെ എല്ലാ സഹായവും അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കാനും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ആയാലും പഠിക്കുന്ന കാര്യത്തിലായാലും സബ്ജക്റ്റുകളൊക്കെ വളരെ പാടായിരുന്നു. ഇവിടെ പഠിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അവിടുത്തെ പഠന രീതികളൊക്കെ.
ആ സാഹചര്യങ്ങളിലൊക്കെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, എങ്ങനെയെങ്കിലും സപ്ലി ഒന്നും കൂടാതെ പാസ്സാക്കണമെന്നും. ആ കാര്യങ്ങളിലൊക്കെ മാതാവ് എന്നെ സഹായിക്കുകയും ചെയ്തു. മാതാവും വിശ്വം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയും. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ പൈസ കൊടുക്കുകയും അവരെ മറ്റു കാര്യങ്ങളിലും സഹായിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ ഞാൻ പത്രം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ പത്രം കൊടുക്കുകയും പിന്നെ എൻ്റെ ആരെങ്കിലും അവിടേക്ക് ഓസ്ട്രേലിയയിലോട്ട് വരികയാണെങ്കിൽ ഇംഗ്ലീഷ് പത്രം അങ്ങോട്ട് കൊണ്ടുവരികയും അവിടെയുള്ളവർക്ക് അവിടുത്തെ പള്ളിയിലൊക്കെ ഇംഗ്ലീഷ് പത്രമൊക്കെ കൊടുക്കുകയും ചെയ്തു. പിന്നെ ഈ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ പ്രാർത്ഥന എല്ലാ ദിവസവും കൂടാറുണ്ട്. ആ കൂടാറുള്ള സമയത്ത് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ പറയുമ്പോൾ ഞാൻ പറയണ ഒരു മെയിൻ കാര്യമാണ്, അങ്ങയുടെ മാതാവിൻ്റെ നാമത്തിൻ്റെ ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഒരു അവസരം എനിക്ക് ഇന്ന് തരണേന്ന്, എല്ലാ ദിവസവും തരണേന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയ പിന്നെ ശേഷം എനിക്ക് മനസ്സിലായത്, ഏതെങ്കിലും പിള്ളേർ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിസയുടെ കാര്യമോ എങ്ങനെ പഠിക്കണ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അവസാനം പറയും, നീ ഈശോയിലും മാതാവിലും വിശ്വാസം അർപ്പിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും നിനക്ക് ശരിയാവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴായാലും മാതാവിൻ്റെയും ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തി സംസാരിക്കാൻ എനിക്ക് എല്ലാ ദിവസവും ഓരോ അവസരങ്ങൾ അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുക. മാതാവ് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയും.